തെരഞ്ഞെടുപ്പ് ദിനത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രീപോൾ സർവേ പങ്കുവെച്ച് ശാസ്തമംഗലം BJP സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ. ഇത് ചട്ടവിരുദ്ധമാണ് എന്നുള്ളത് ഒരു ഉദ്യോഗസ്ഥയായ ശ്രീലേഖയ്ക്ക് അറിയാതെ പോയതാണോ? തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDAക്ക് വൻ ഭൂരിപക്ഷം പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് സർവേ. തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിച്ചു കഴിഞ്ഞാൽ ഇത്തരം പ്രചരണം പാടില്ല. ശ്രീലേഖ നടത്തിയത് നിയമവിരുദ്ധമായ കാര്യമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. വിവാദമായതോടെ ആ ശ്രീലേഖ പോസ്റ്റ് പിൻവലിച്ചു. നേരത്തെയും ഇതേപോലെ ശ്രീലേഖ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ ശ്രീലേഖ പോസ്റ്റ് ഇട്ടത് പിന്നീട് വിശദീകരിക്കുന്ന സാഹചര്യമുണ്ടായി. അത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു. അത് അതിജീവിതയെ പരിഹസിച്ചുകൊണ്ടുള്ളതായിരുന്നു. അത് പിന്നീട് അതിജീവിതയ്ക്കൊപ്പം എന്ന നിലപാട് ശ്രീലേഖ തിരുത്തുന്നത് നമ്മൾ കണ്ടു. റഹീസ് റഷീദ് വീണ്ടും NDA വെട്ടിലാക്കിയിരിക്കുകയാണോ ഇപ്പോൾ? അതിനു മുൻപ് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണമുണ്ട്. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേട്ടിട്ട് റഹീസിലേക്ക് വരാം. ശ്രീലേഖ വീണ്ടും NDAക്ക് ഒരു തലവേദനയായി മാറുന്നോ? കേൾക്കാം. പിടിക്കുമെന്ന് പറഞ്ഞല്ലുണ്ട്, അവരുടെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചല്ലേ. 60 സീറ്റ് എന്നൊക്കെ BJPക്ക് കിട്ടുമെന്ന് ശ്രീലേഖ പോലെ ഉള്ള ഒരാൾ പറയുമ്പോൾ അവർക്ക് രാഷ്ട്രീയ രംഗത്ത് ഉണ്ടായിട്ടുള്ള അവരുടെ അജ്ഞത മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ അവരുടെ ആഗ്രഹം ഒരിക്കലും സാക്ഷാത്കരിക്കാൻ വേണ്ടി പോകുന്നില്ല. സർവേ ഫലങ്ങൾ ഇപ്പോൾ അങ്ങനെ ഒരു നിയമമുണ്ട്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ സർവേ ഫലങ്ങൾ പുറത്തു പറയാൻ വേണ്ടി പാടുള്ളൂ എന്ന് വെച്ചാൽ അത് നിയമപരമായി പ്രശ്നമാണ്, കോഡ് ഓഫ് കോണ്ടാക്റ്റിൻ്റെ ലംഘനമാണ്. അത് ബന്ധപ്പെട്ട അധികാരികൾ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. റഹീസ് റഷീദുണ്ട്. റഹീസ് റഷീദ്, വീണ്ടും ഒരിക്കൽ കൂടി ശ്രീലേഖ NDAക്ക് തലവേദനയായിട്ട് മാറും. കാരണം ഇത് ചട്ടവിരുദ്ധമാണ്. ഇത്തരത്തിലുള്ള സർവേ ഫലങ്ങളൊന്നും ഈ സമയത്ത് പ്രസിദ്ധീകരിക്കാൻ പാടുള്ളതല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമുണ്ട്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും. ഇതറിയാതെയാണോ ശ്രീലേഖ ഇത്തരമൊരു സർവേ ഫലം പങ്കുവച്ചിരിക്കുന്നത്? റഹീസ് റഷീദ്, കടുത്ത നടപടിയിലേക്കൊക്കെ കടക്കേണ്ടി വരുമോ? ഇത് പരാതിയായിട്ട് CPM ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ടോ റഹീസ് റഷീദ്? അരുൺകുമാർ, പരാതിയായി CPIM തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആർ ശ്രീലേഖയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നൽകും എന്നാണ് മനസ്സിലാക്കുന്നത്. BJPയുടെ ഒരു സോഷ്യൽ മീഡിയ ടീം തയ്യാറാക്കിയ എങ്കിൽ പൊതുവായി ഒരു മാധ്യമം തയ്യാറാക്കിയതെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സർവേ ഫലമാണ് ആർ ശ്രീലേഖ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇട്ടത്. BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ 60 മുതൽ 65 സീറ്റുകൾ വരെ ലഭിക്കും. LDFന് 28 മുതൽ 35, UDFന് 8 അല്ലെങ്കിൽ 9 സീറ്റ് കിട്ടും എന്നതായിരുന്നു ഫേസ്ബുക്കിൽ ഇട്ടത്. അതിൻ്റെ ഇടയിൽ ധാരാളം BJP പ്രവർത്തകർ അനുകൂലമായ കമൻറ്റുമായി രംഗത്ത് വന്നു. ഇതിനിടയിലാണ് വി ശിവൻകുട്ടിയുടെ പ്രതികരണം വന്നത്. LDF തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും, കോൺഗ്രസ് സമീപിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്ന് മനസ്സിലായതോടെ ആർ ശ്രീലേഖ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. ശ്രീലേഖയുമായി നമ്മൾ നേരിട്ട് തന്നെ സംസാരിച്ചിരുന്നു. ഇതിലടക്കം ഒരു പ്രതികരണം, തെരഞ്ഞെടുപ്പ് ദിവസം സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരു പ്രതികരണമൊക്കെ ചോദിച്ചിരുന്നു. പക്ഷേ അവർ പറഞ്ഞത് ഭക്തി മാർഗത്തിലാണ് ഞാനിന്ന്, അതുകൊണ്ട് മാധ്യമങ്ങളെ ഇന്ന് കാണില്ല എന്നാണ്. നമ്മൾ കൂടുതൽ അന്വേഷിച്ചപ്പോൾ BJPയുടെ സംസ്ഥാന നേതൃത്വം ഇന്നലെയും ഇന്നുമായി, അതായത് വോട്ടെടുപ്പ് കഴിയുന്നത് വരെ മാധ്യമങ്ങളെ കാണരുത് എന്ന നിർദ്ദേശം ആർ ശ്രീലേഖയ്ക്ക് നൽകിയിട്ടുണ്ട്. അത് ദിലീപിനെ ഇന്നലെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ കുറ്റവിമുക്തനാക്കിയ പശ്ചാത്തലത്തിലാണ്. ദിലീപ് അനുകൂല നിലപാട് തുടക്കം മുതലെടുത്ത ഒരു ആളാണ് ആർ ശ്രീലേഖ. വോട്ടെടുപ്പ് ദിവസം അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് ഇതിൽ ഇപ്പോൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയതിനപ്പുറം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നേതൃത്വം അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയത്. ആ നിർദ്ദേശത്തെയാണ് ഭക്തിമാർഗം എന്നതുകൊണ്ട് ഇന്ന് മാധ്യമങ്ങളെ കാണുന്നില്ല എന്ന് ശ്രീലേഖ വിശദീകരിച്ചു. തെരഞ്ഞെടുപ്പ് ദിവസം ഭക്തിമാർഗമാണത്രേ, അതുകൊണ്ട് ഒരു സ്ഥാനാർത്ഥി മാധ്യമങ്ങളെ കാണുന്നില്ല എന്നാണ് ആ സ്ഥാനാർത്ഥി പറയുന്നത്. ഭക്തിമാർഗത്തിലിരിക്കുന്ന ഒരാളാണത്രേ സ്ഥാനാർത്ഥി. എന്താ പറയുക, അതും തിരഞ്ഞെടുപ്പിന്റെ ദിവസം.